കിച്ചു കിച്ചു അമ്മയാടാ. കിച്ചുവായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ? നമുക്കൊന്ന് വെറുതെ കിച്ചുവിനെ വിളിച്ചിട്ട് ഇപ്പൊ എല്ലാവരുടെയും ഒരു സംശയം ഉണ്ടല്ലോ കിച്ചുവായിട്ട്. ഇപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്കൊരു കോൾ ചെയ്യാം. രേണു, കിച്ചു ഈ രണ്ടുപേരും കൂടി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു കത്തിക്കൽ ആയി മാറിയിരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് വിഷയം കിച്ചു ഒരു വീഡിയോ ചെയ്തു, അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് പിന്നെ പ്രശ്നം വഷളാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഈ പറയുന്ന തോതിൽ പിന്നെ രേണു കരഞ്ഞുകൊണ്ട് വന്ന് അതാണ് ഇതാണ് മറ്റേതാണെന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ കുറേയധികം വീഡിയോസ് ഇങ്ങനെ ചറവറായിടുന്ന തരത്തിലോട്ട് കാര്യങ്ങളൊക്കെ മാറി. അങ്ങനെ ആ ഒരു പ്രശ്നം ഒരു പരിധി വിട്ട് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നിലവിൽ എത്തിയിരിക്കുകയാണ് എന്നതിൽ സംശയമില്ല. ചില കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയാനുണ്ട്. കാരണം ഈ ഒരു പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നമല്ല, ഈ പറയുന്ന രീതിയിൽ രേണുവിന്റെ വിഷയമായാലും കിച്ചുവിന്റെ കാര്യമായാലും ഒക്കെ തന്നെ ഇപ്പൊ നാട്ടുകാർക്ക് കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം ഇവരെ കുടുംബ പ്രശ്നങ്ങൾ ഈ പബ്ലിക്കായിട്ട് ഇത് ഇങ്ങനെ വന്ന് അത് ഈ പറയുന്ന തോതിൽ നാട്ടുകാർക്കിടയിൽ എത്തിച്ച് അത് വലിയ തോതിൽ പിന്നെ അത് ചർച്ചയായി മാറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി ഒരു തരത്തിൽ വിഷയം അങ്ങ് വലുതാവുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു വീഡിയോ ഒന്ന് കാണാം. എന്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചതാ. നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. ഞാൻ പൂർണ്ണമായിട്ടൊന്നും കേൾപ്പിക്കുന്നില്ല, നിങ്ങളൊക്കെ തന്നെ കണ്ടു കാണും സംഭവം എന്താണ് എന്നുള്ളത്. അപ്പോൾ രേണു ഈ കിച്ചുവിന്റെ വീഡിയോയ്ക്ക് ശേഷം വന്നിട്ട് എനിക്ക് തോന്നുന്നു 2, 3, 4 വീഡിയോസ് കണ്ട ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതല്ല ഇതാണ്, ഇതല്ല അതാണ്, മറ്റേതാണ് മറിച്ചാണെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ രേണു എന്തിനാണ് കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടിട്ട് ഈ വീഡിയോസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇൻസ്റ്റഗ്രാം കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടാണ് രേണു ഈ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇനി അതൊക്കെ പോട്ടെ, ഇതില് ശരിക്കും പറഞ്ഞാൽ രേണുവിന് ഇത്രത്തോളം ഫീലായി, ഇത്രത്തോളം വിഷമമായി, ഇത്രത്തോളം ഹർട്ടായി ആ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ രേണു വന്ന് ഈ വീഡിയോ ചെയ്തു. ഈ വീഡിയോ ചെയ്തതിന് തൊട്ട് പിന്നാലെ കണ്ട ഒരു വീഡിയോ ആണ്. നോക്ക്, ഇതാണ് കണ്ട വീഡിയോ എന്ന് പറയുന്നത്. എങ്ങനെ ഇരിക്കുന്നു? ഇത്രയ്ക്കും വിഷമത്തോടു കൂടി കണ്ണീരൊക്കെ വന്ന് ഒരാള് വന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ ഇട്ട വീഡിയോ ആണ്. അതായത് ആ ഇൻസ്റ്റഗ്രാം പേജ് നോക്കുമ്പോഴത്തേക്കും കാണുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഒന്ന് കരയുന്ന വീഡിയോ, അടുത്തതായിട്ട് ഈ പറയുന്ന രീതിയിൽ ഡാൻസ് കളിക്കുന്ന വീഡിയോ, അല്ലാതുള്ള വീഡിയോ, മറ്റേ വീഡിയോ, ഇന്റർവ്യൂ വീഡിയോ, അങ്ങനെയുള്ള കുറെ അധികം വീഡിയോസ്, പിന്നും കരയുന്ന വീഡിയോ. എന്തുവാടേ ഇത്? അല്ല, അറിയാൻ പറഞ്ഞിട്ട് ഇത് എന്തുവാ? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മുടെ തമിഴ് സിനിമയായിട്ടുള്ള അന്യുള്ള ഒരു ഡയലോഗാണ് ഓർമ്മ വന്നത്. അതായത് രജനിയെ പാത്രക്ക്, കമലിനെ പാത്രക്ക്, എംജിആറിനെ പാത്രക്ക്, ശിവാജിയെ പാത്രക്ക് ആണാ ഇന്ത മാതിരി ഒരു നടിക. എന്നാടേ ഇത്? മനസ്സിലാവുന്നില്ല. നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് റിയൽ ആയിട്ടൊരു വിഷമോ കാര്യമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിപ്പോ ഇപ്പൊ ചെയ്തിട്ട് തൊട്ടടുത്ത നിമിഷം തന്നെ അങ്ങ് ആളാകെ മാറുവാണ്. ഈ പറയുന്ന രീതിയിൽ അടുത്ത് ഒരാൾ വിഷമിച്ചിരുന്ന് തൊട്ടടുത്ത നിമിഷം ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് എന്തു പറയണം. പിന്നെ ഇത് അല്ലാതെ ഈ സബ്സ്ക്രിപ്ഷനിൽ ഇട്ട വീഡിയോസ് പറയണ്ട, അത് വേറൊരു തരത്തിലുള്ള വീഡിയോ. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളല്ലേ കാണുന്നത്, പബ്ലിക്കല്ലേ ഇതൊക്കെ കാണുന്നതെന്ന് പറയുന്നത്. അവരെന്തോ വിചാരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ നാടകമാണ് എന്ന് ശരിക്കും പറഞ്ഞാൽ തെളിയിക്കുന്ന തരത്തിലല്ലേ നിങ്ങൾ ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആര് കണ്ടാലും തോന്നുന്ന ഒരു കാര്യം അങ്ങനെയല്ലേ? റിയൽ ആയിട്ട് ഈ ഒരു തരത്തിലുള്ള ഒരു വിഷമോ കാര്യമോ ഒക്കെ തോന്നിയ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അടുത്ത സെക്കൻഡിൽ വേറൊരു തരത്തിലോട്ടുള്ള ഒരാളായിട്ട് മാറിയിരിക്കുകയാണ്. എന്ത് പറയുന്നത് ഇതിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെങ്കിലും കുറച്ചെങ്കിലും രേണുവിനെ പറഞ്ഞത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം ഇങ്ങനെ ഈ പറയുന്ന രീതി, കാരണം രേണു ചെയ്യുന്നത് ഒരു മണ്ടത്തരമാണെന്നുള്ളതാണ് എനിക്ക് 100% വ്യക്തമായി മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇമാതിരിയുള്ള ചെയ്തികൾ ചെയ്യത്തില്ല രേണു. അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ആരെങ്കിലും വേണം, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ആരെങ്കിലും വേണം. അല്ലെങ്കിൽ ആളുകളെ കുറച്ച് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് എങ്കിൽ പോലും ഈ പറയുന്ന രീതിയിൽ ആദ്യം ഒന്ന് കരഞ്ഞൊരു വീഡിയോ ചെയ്തതിനു ശേഷം തൊട്ടടുത്ത് വരുന്നത് ഡാൻസ് കളിക്കുന്ന വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ അവരോട് കുറച്ചെങ്കിലും ഒരു സിമ്പതി തോന്നിയാൽ തൊട്ടടുത്ത നിമിഷം അവരത് കളഞ്ഞു പൊളിക്കുന്ന ഒരു രീതിയാണ് ഈ ചെയ്തു വെച്ച കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എന്തുവാണ് രേണുവിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ മണ്ടത്തരമാണ് കാണിക്കുന്നതെന്ന് രേണു തന്നെ എടുത്ത് അങ്ങ് തുറന്നടിച്ചങ്ങ് പറയുന്ന ഒരു രീതിയാണ് ഈ കാണിച്ചു കൂട്ടുന്നതല്ല. അതായത് ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങോട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ്, ഞാൻ നാടകമാണ് കാണിക്കുന്നത് എന്ന് ആളുകൾക്ക് അങ്ങോട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് എന്തോ പറയണ്ടേ ശരിക്കും പറഞ്ഞാൽ? പിന്നെ ഇത്തിരിയൊക്കെ ചിന്തിക്കണ്ടേ? ഇത്തിരിയൊക്കെ ചിന്തിക്കാനായിട്ടുള്ള ഒരു ഇത് കാണിക്കണ്ടേ? അതുപോട്ടെ,
ഇനി കിച്ചുവിൻ്റെ കാര്യം, ഈ പറയുന്ന രീതിയിൽ കിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കാര്യങ്ങളൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ പലരും ഈ പറയുന്ന രീതി ഇങ്ങനെ ഒരു വീഡിയോ വന്നതിന് ശേഷം കിച്ചുവിനെ അഗേൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, രേണുവിനെ അഗേൻസ്റ്റ്, അതായത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കിച്ചുവിനെ അഗേൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ രേണുവിനെ അഗേൻസ്റ്റ് ആയിട്ട് പറയുന്നു. ഇവർ രണ്ടുപേരെ സപ്പോർട്ട് ചെയ്യാത്തവർ ഇവർ രണ്ടുപേർക്കിട്ടും ആ ഒരു രീതിയിൽ എന്താ പറയുക അഗേൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പബ്ലിക്കായിട്ട് ഇത് ഒരു വലിയ തോതിലൊരു എന്താ പറയുക പലരും പറയുന്ന ഒരു കാര്യം, കമന്റ് ബോക്സിൽ പോലും പറയുന്ന ഒരു കാര്യം, ഒരു പൊതുശല്യമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവരുടെ കുടുംബ പ്രശ്നങ്ങൾ, ഇവരുടെ കാര്യങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഇതുവരെയും തീരുന്നില്ല. ഇതിങ്ങനെ തുടരെ ഇതിന്റെ മെഗാ പരമ്പരയായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ മരണശേഷം ഈ പറയുന്ന രീതിയിൽ ഇവര് ഈ പറയുന്ന രീതി കിച്ചു അതോടൊപ്പം തന്നെ രേണു ഇവരെ സപ്പോർട്ട് ചെയ്തവര് ആ ഒരു തരത്തില് പലരും, ചിലരൊക്കെ തന്നെ രേണുവിന്റെ ഈ പറയുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഒക്കെ കാരണം രേണുവിനെ സപ്പോർട്ട് ചെയ്തവരൊക്കെ തന്നെ ഭൂരിഭാഗം പേരും രേണുവിനെ വിട്ടുപോയി രേണുവിനെ എഗെയിൻസ്റ്റ് ആയിട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങളാണ്. പിന്നെ കിച്ചുവിനെ ഇഷ്ടപ്പെടുന്നവര്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇവര് രണ്ടുപേരും ഇപ്പോൾ ഈ കിച്ചു ഈ വീഡിയോസ് ചെയ്തിടുന്നത്, കിച്ചുവിന് ഇതിനു മുന്നേ എന്തുകൊണ്ട് കിച്ചു ഇതൊക്കെ വെളിപ്പെടുത്തിയില്ല എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ ഒരു അനുഭവം കിച്ചുവിന് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കിച്ചു എന്തുകൊണ്ട് അത് നേരത്തെ വെളിപ്പെടുത്തിയില്ല, എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു, ഇതൊക്കെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ എന്നുള്ള തരത്തിൽ. അപ്പോൾ രേണു എന്ന് പറയുന്നത് അങ്ങനെയല്ല ഇങ്ങനെയല്ല മറ്റല്ല മറിച്ചല്ല എന്നുള്ള രേണു പറയും. അപ്പോൾ ഇത് രണ്ട് തട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത്. അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. കാരണം കിച്ചു രേണു രണ്ട് തട്ടിലാണ്. ഇതിന്റെ ഇടയിൽ ഈ പറയുന്ന രീതിയിൽ ട്രോളന്മാരും അതോടൊപ്പം തന്നെ വ്ളോഗേഴ്സും ഒക്കെ തന്നെ ഇത് ചർച്ചയാക്കുന്നതാണ് വിഷയം. അല്ലാതെ ഇവർ വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ കിച്ചു ഒരു വീഡിയോ ഇതുപോലെ വന്ന് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ രേണു അല്ലാതെ വീഡിയോസ് ചെയ്തിരുന്നു, അങ്ങനെ അല്ലെങ്കിൽ എല്ലാം കരഞ്ഞുകൊണ്ടൊക്കെ വീഡിയോസ് ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ നാട്ടുകാർ കാണുന്നതല്ലേ, അതൊക്കെ പബ്ലിക്കായിട്ട് നാട്ടുകാർ കാണുന്ന ഒരു കാര്യമല്ലേ. പബ്ലിക്കായിട്ട് നാട്ടുകാർ കാണാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ അങ്ങനെ പബ്ലിക്കായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിടുന്നതെന്ന് പറയുന്നത്. അപ്പം അതിനെ എടുത്ത് വിമർശിക്കുകയോ അല്ലെങ്കിൽ അത് ശരിയോ തെറ്റോ എന്ന് പറയുന്നതോ ആണോ തെറ്റെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ? അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യം തെറ്റല്ല, ഈ പറയുന്ന നാട്ടുകാർ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ വ്ളോഗേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണോ യഥാർത്ഥ തെറ്റെന്ന് പറയുന്നത്? അപ്പോൾ നാട്ടുകാർക്കിടയിൽ ഒരു കാര്യം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും, പലതരത്തിൽ ചർച്ചയാവും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവണമെങ്കിൽ, ഈ വിഷയത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവണമെങ്കിൽ രേണു കിച്ചുവിനെ കണ്ട് സംസാരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതിൽ യാതൊരു സംശയമില്ല. രേണു ഇപ്പോൾ ദുബായിലാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ദുബായിൽ നിന്ന് ഇനിയിപ്പോൾ രേണു പറന്നെത്തിയതിന് ശേഷം 1-ാം തീയതി 2-ാം തീയതി കണ്ട എത്തുന്നൊക്കെയാണ് രേണു നേരത്തെ തന്നെ വെളിപ്പെടുത്തിയ കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ എത്തിയതിന് ശേഷം എന്തായാലും കിച്ചുവിനെ കാണുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കാണാതിരിക്കാൻ പറ്റത്തില്ല നിലവിലത്തെ സിറ്റുവേഷൻ. ഞാൻ അങ്ങനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം വഷളാവുന്ന തരത്തിലുള്ള ചിലപ്പോൾ കാര്യങ്ങളാണ്. എൻ്റെ അഭിപ്രായത്തിൽ നേരിട്ട് കാണണം, നേരിട്ട് കണ്ട് കിച്ചുവുമായിട്ട് സംസാരിച്ച് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് രേണുവിൻ്റെ ഉത്തരവാദിത്വമാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളോ ആ ഒരു തരത്തിലുണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്തേണ്ടത് രേണുവാണ്. കാരണം ഇത് ചെറിയൊരു കാര്യമല്ല. കിച്ചു പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനമാക്കിയാണെങ്കിൽ രേണുവിന്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം രേണു പറഞ്ഞതൊക്കെ തന്നെ പച്ചക്കള്ളമാണ് എന്ന് തെളിയിക്കുന്ന വണ്ണമാണ് കിച്ചു വെളിപ്പെടുത്തിയ കാര്യം എന്ന് പറയുന്നത്. കാരണം ഭയങ്കര സ്നേഹമാണ്, ഇഷ്ടമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചു ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും രേണു പബ്ലിക്കിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസിന് മുന്നിൽ ഒക്കെ തന്നെയും പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു, നാടകമായിരുന്നു എന്ന് തെളിയിക്കുന്ന വണ്ണമാണ് കിച്ചുവിന്റെ ആ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ആ വീഡിയോയിൽ ഉടനീളമുള്ള സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷെ ഇതിനൊക്കെ തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ്, കാരണം ഇതിങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരുന്നാൽ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകത്തില്ല. അത് ഈ പറയുന്ന നാട്ടുകാർക്കായിരിക്കും പിന്നെ ഒരു എന്താ പറയുക ഒരു വല്ലാത്ത തരത്തിലുള്ള ശല്യമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുക. അത് ഈ പറയുന്ന രീതിയിൽ ഇവരുടെ വീഡിയോസിനൊക്കെ താഴെയുള്ള കമന്റ് ബോക്സ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവണം. അത് ഈ പറയുന്ന രീതിയിൽ ഒന്നിൽ രേണു തന്നെ അത് നേരിട്ട് ഇടപെട്ടുകൊണ്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കണം. അത് സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയമാണ്. അത് നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ വേറെ പല രീതിയിലും ബാധിക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ച് രേണുവിനെ തന്നെ നല്ല രീതിക്ക് ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടാൽ രേണുവിന് കൊള്ളാം. അല്ലെങ്കിൽ 8ന്റെ പണി ഇപ്പൊ കിട്ടിയിരിക്കുന്നു, ഇനി 16ന്റെ പണിയായിട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കാതിരുന്നാൽ രേണുവിന് കൊള്ളാം.